അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി ബിഫായിദിന ബിറല്ലാഹ് അമ്മാ ബഅദ്. ബഹുമാനാദരവ് നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കളെ, നമ്മുടെ ഈ സംഗമം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ്. നമ്മുടെ വിശ്വാസത്തെ സംബന്ധിക്കുന്ന, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ സമൂഹത്തെ സംബന്ധിക്കുന്ന, നിശബ്ദമായി നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്ന ഒരു ചിന്താധാരയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ലിബറലിസത്തെ കുറിച്ചാണ്. ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കാം, ഇതൊരു പുരോഗമനപരമായ കാര്യമല്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. പക്ഷേ അതിന്റെ ആഴങ്ങളിലേക്ക് നാം ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അത് നമ്മുടെ മതത്തിന്റെ അടിസ്ഥാനപരമായ പ്രമാണങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്നുവെന്ന്. ലിബറലിസം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ പരമപ്രധാനമായി കാണുന്നു. ഓരോ വ്യക്തിക്കും തനിക്ക് ഇഷ്ടമുള്ളതെന്തും ചെയ്യാൻ സാധിക്കുമെന്നും അവകാശമുണ്ടെന്നും അത് വാദിക്കുന്നു. അതിനൊരു പരിധി നിശ്ചയിക്കാൻ സമൂഹത്തിനോ മതത്തിനോ ഒരു അവകാശമില്ലെന്നും അത് വാദിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ പ്രശ്നം തുടങ്ങുന്നത്. ഇസ്ലാം നൽകുന്ന സ്വാതന്ത്ര്യം അതൊരു പരിധിക്കുള്ളിലാണ്. നമ്മുടെ ശരീരവും നമ്മുടെ കുടുംബവും നമ്മുടെ സമൂഹവും എല്ലാം അല്ലാഹുവിന്റെ അമാനത്തുകളാണ്. അതിനാൽ തന്നെയും നമ്മുടെ ഓരോ പ്രവൃത്തികളും അവന്റെ നിയമങ്ങൾക്ക് വിധേയമാണ്. എന്നാൽ ലിബറലിസം പറയുന്നതാവട്ടെ, നിനക്ക് ഇഷ്ടമുള്ളതെന്തും നീ ചെയ്യൂ, അതിനെ പരിധി നിശ്ചയിക്കാൻ, അതിനെ തടയാൻ ആർക്കും അവകാശമില്ല എന്നാണ്. ഈ ചിന്താഗതിയാണ് കുടുംബ ബന്ധത്തെ ശിഥിലമാക്കുന്നത്, സദാചാരബോധത്തെ നഷ്ടപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ചിന്താഗതി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ചെറുതല്ല. ഒന്നാമതായി ഇത് കുടുംബത്തെ ദുർബലപ്പെടുത്തുന്നു. വിവാഹമെന്നത് വെറും ഒരു ഉടമ്പടി മാത്രമാണെന്നും ഇഷ്ടമുള്ളപ്പോൾ അത് ഉപേക്ഷിക്കാമെന്നുമുള്ള ലിബറൽ ചിന്ത കുടുംബ ബന്ധത്തിന്റെ പവിത്രതയെ തന്നെ നഷ്ടപ്പെടുത്തുന്നു. അള്ളാഹുവിന്റെ മുമ്പിൽ ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള കരാർ എന്ന നിലയിൽ നിന്ന് അത് വിവാഹത്തെ ഒരു സാമൂഹിക ഉടമ്പടിയിലേക്ക് ചുരുക്കുന്നു. തന്മൂലം വിവാഹമോചനങ്ങൾ വർദ്ധിക്കുകയും അതിന്റെ ഫലമായി കുട്ടികൾക്ക് കുടുംബങ്ങളുടെ സംരക്ഷണം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. രണ്ടാമതായി ഇതൊരു ലൈംഗിക അരാജകത്വത്തിലേക്ക് വഴിയൊരുക്കുന്നു. ഇഷ്ടമുള്ളവരുമായി ഇഷ്ടമുള്ള ബന്ധം സ്ഥാപിക്കാമെന്ന ലിബറൽ ചിന്ത കുടുംബ ബന്ധത്തിന്റെ പവിത്രതയെ തന്നെ നഷ്ടപ്പെടുത്തുന്നു. അള്ളാഹു നമുക്ക് ഹറാമാക്കിയ കാര്യങ്ങളെ അത് തീർത്തും വ്യക്തിപരമായ കാര്യങ്ങളാക്കി അവതരിക്കുന്നു. ഇഷ്ടമുള്ളവരുമായി ഇഷ്ടമുള്ള ബന്ധം സ്ഥാപിക്കാമെന്ന ലിബറൽ ചിന്ത വ്യഭിചാരത്തിനും സ്വവർഗരീതിക്കും നിയമസാധുതകൾ നൽകാൻ ശ്രമിക്കുന്നു. ഇനി മൂന്നാമതായ കാര്യമാകട്ടെ, നമ്മുടെ മതപരമായ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കർമ്മങ്ങളെയും ഇത് പരിഹസിക്കാൻ പ്രേരിപ്പിക്കുന്നു. ബുദ്ധിക്ക് നിരക്കാത്ത കാര്യമാണെന്ന് പറഞ്ഞ് ഹിജാബിനെയും സക്കാത്തിനെയും നോമ്പിനെയും ഇസ്ലാമിനെ മറ്റുള്ള എല്ലാ കാര്യങ്ങളെയും അത് തള്ളിക്കളയാൻ ശ്രമിക്കുന്നു എന്നതാണ്. മതം ഒരു വ്യക്തിപരമായ തിരഞ്ഞെടുപ്പ് മാത്രമാണെന്നും അതിന് പൊതുസമൂഹത്തിൽ സ്ഥാനമില്ലെന്നും അത് വാദിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ലിബറലിസം എന്നത് പുരോഗമനമല്ല, മറിച്ച് അത് വിനാശകരമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യമോ ഉത്തരവാദിത്വവും ഇല്ലാത്ത ഒരു മൃഗത്തെ പോലെയാക്കുന്നു അത്. അതുകൊണ്ട് നമ്മുടെ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നാം ഉറച്ചു നിൽക്കാൻ ശ്രമിക്കണം. അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ടുകൊണ്ട് മാത്രം നമുക്ക് ലഭിക്കാവുന്ന ശാന്തിയെയും സമാധാനത്തെയും അത് നമ്മളിൽ നിന്ന് കവർന്നെടുക്കുന്നു. നമ്മുടെ മക്കൾക്ക് ഇതിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ച് നാം ബോധവാന്മാരാക്കണം. നമ്മുടെ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നാം ഉറച്ചു നിൽക്കാൻ ശ്രമിക്കണം. അള്ളാഹു തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വൈകിയ വേളയിൽ അധികം സംസാരിക്കാതെ എന്റെ സംസാരം ഞാൻ ചുരുക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.